ഈശോ കാണിച്ചു തരുന്നത് എളിമപ്പെടലിലൂടെയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയെ നമുക്ക് തിരുക്കുടുംബത്തിൽ കാണിച്ചു തരുന്നതും ആ സ്നേഹം തന്നെയാണ്. അവരുടെ സ്നേഹം ഗലാത്തി 5:6 പറയുന്നു. ഗലാത്തി 5:6 വചനം ഇപ്രകാരം പറയുന്നു: സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം സുപ്രധാനം. എന്താണ്? നമുക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഗലാത്തി 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയിൽ വരുമ്പോഴാണ് അതില് ഫലങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സ്നേഹം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്ക് പ്രവൃത്തിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. 1 കൊറിന്തോസ് 13:7 വചനം പറയുന്നു: സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്കൊന്ന് ഏറ്റു പറയാം. 1 കൊറിന്തോസ് 13-ാം അധ്യായം 7-ാം തിരുവചനം. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ ഒരു അവസരത്തില് എൻ്റെ ഒരു കുഞ്ഞ് ടെസ്റ്റിമണി ഞാൻ ഷെയർ ചെയ്യാണ്. 2001 സുനിൽ ബ്രദറിന്റെയും എന്റെയും വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, നമ്മളെല്ലാവരും ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് 2 കാര്യമായിരുന്നു. ഒന്ന്, കണ്ടുപിടിക്കരുത്, മദ്യപിക്കരുത്. 2, ദൈവവിശ്വാസം ഉണ്ടാകണം. പക്ഷെ കർത്താവിന്റെ പദ്ധതിയിൽ അതായിരുന്നില്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് തന്നത്. മദ്യപിക്കരുത് എന്ന് പ്രാർത്ഥിച്ച എനിക്ക് 15-16 വയസ്സിൽ മദ്യപാനം തുടങ്ങിയ ഒരു വ്യക്തിനെയാണ് കിട്ടിയത്. പ്രാർത്ഥിക്കണം, ദൈവത്തെ ആശ്രയിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് വിശ്വാസമേ ഇല്ല. വിശ്വാസം പോയിട്ട് അങ്ങനെ ഒരു കാര്യം ഓൾമോസ്റ്റ് എത്തിയസ്റ്റ് പോലെ ഉള്ള ഒരു വ്യക്തിനെയാണ് കിട്ടിയത്. അപ്പം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ പലരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യത്തിനായിരിക്കും, പക്ഷെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എത്രയുള്ളൂ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം വചനം പറയുന്നുണ്ട്, യെശയ്യാ 55:8 വചനം പറയുന്നുണ്ട്: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നേക്ക് പറയാം. യെശയ്യാ 55:8 കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമുക്ക് വിശ്വാസികളായ നമുക്ക് ആശ്രയിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:11 നമുക്കറിയാവുന്ന വചനമാണ്. എന്താണ് ആ വചനം? 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈശോ നമ്മൾ കരയാനും നമ്മൾ ദുഃഖിക്കാനും വേണ്ടിയിട്ടല്ല ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോയിൽ സമാധാനം കണ്ടെത്താനും
കർത്താവിൽ സന്തോഷം കണ്ടെത്താനാണ് നമ്മളെ ഈശോയുടെ വഴിയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സുനിൽ ബ്രദറിന്റെ ജീവിതത്തില് തിന്മ കടന്നു വരാൻ കാരണം 1 തിമോത്തി 6:10 വചനം പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. ഞാൻ 6 മാസത്തിന് ശേഷം ഞാൻ US വന്നപ്പോൾ സുനിലിന്റെ ബ്രദറിന്റെ ജോലി പോയി. പിന്നെ ഒരു ഐറിഷ് പാർട്ട്ണറായിട്ട് ബിസിനസ് തുടങ്ങി. അത് ഒത്തിരി സക്സസ്ഫുൾ ആയി, ഒത്തിരി പൈസ ഉണ്ടാക്കി. അപ്പം ആ സമയത്താണ് ബാർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒത്തിരി കൂട്ടുകാർ വരും. അതിൻ്റെ കൂടെ ഒരുപാട് തിന്മകൾ, അതാണ് ധനമോഹം. എല്ലാ തിന്മകൾ ഒന്നിനു പിറകെ ഒന്നായി പല തിന്മകൾ കൂടി ചേർന്ന് വരാൻ തുടങ്ങി. നാട്ടിൽ 3 ബാറ്, ഷിക്കാഗോയിൽ 1 ബാറ്. ഞാൻ സുനിൽ ബ്രദറിന്റെ സാക്ഷ്യം പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം.